Hello everyone, it's me Faiz from AIMS Nagpur. So നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ചാപ്റ്റർ നമ്പർ 10, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തു. ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ്, മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ, ഐഡിയൽ ഇക്വേഷൻ, എക്സ്പാൻഷൻ, സ്പെസിഫൈഡ് കപ്പാസിറ്റി, കലറിമെട്രി, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ഹീറ്റ് ട്രാൻസ്ഫർ. ഇതിൽ നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് കൂടി ബാക്കിയുണ്ട്. പിന്നെ നമ്മള് എക്സസൈസസ് സൊല്യൂഷൻസ് ഓൾമോസ്റ്റ് ഡൺ ആണ്. ഐ തിങ്ക് 3 ക്വസ്റ്റ്യൻ കൂടിയാണ് ബാക്കിയുള്ളത് അല്ലെ? അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഫിനിഷ് ചെയ്യാം. ഓക്കെ, where is that? Yes. സോ നമുക്ക് ബാക്കിയുള്ളത് ഇപ്പൊ 10 നമ്പർ 10, യെസ്, 10.18, 10.19 ആൻഡ് 10.20. 3 ക്വസ്റ്റ്യൻ നമുക്ക് ബാക്കിയുണ്ട്. പിന്നെ നമ്മള് ബിഗിനിങ്ങിൽ ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലല്ലോ. ഏതൊക്കെയായിരുന്നു? 1, 2, 3. 3ഉം 4ഉം ചെയ്തിട്ടുണ്ട്. 1, 2, ഓക്കെ, അത് നമ്മൾ ചെയ്തു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോ തിയറിയിൽ നമുക്ക് ബാക്കിയുണ്ടായിരുന്ന ഏതായിരുന്നു? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. സോ അത് നോക്കാം. സോ ലെറ്റ്സ് സീ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഓക്കെ, എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത്? വി ഓൾ നോ ദാറ്റ് ഹോട്ട് വാട്ടർ ഓർ മിൽക്ക് when left on a table begins to cool. കറക്റ്റ് അല്ലേ? നമ്മളിപ്പോ ഒരു ചൂട് വെള്ളമായിക്കോട്ടെ അല്ലെങ്കിൽ പാലായിക്കോട്ടെ, നമ്മളിതൊരു ടേബിളിൽ വെച്ചാൽ അതെന്ത് ചെയ്യും? തണുക്കാൻ തുടങ്ങും. Of course, everyone knows that. Gradually, ultimately, it attains a temperature of the surrounding. അല്ലേ? കുറെ ടൈം കഴിയുമ്പോൾ ആ ഒരു ഹോട്ട് വാട്ടറിന്റെ ടെമ്പറേച്ചർ സറൗണ്ടിങ് ടെമ്പറേച്ചറിൽ ആയി മാറും. ടു സ്റ്റഡി ഹൗ സ്ലോ ഓർ ഫാസ്റ്റ് എ ഗിവൺ ബോഡി ക്യാൻ കൂൾ. അതായത് ഒരു ബോഡിക്ക് എത്ര വേഗത്തിൽ, ഹൗ ഫാസ്റ്റ് ബോഡി ക്യാൻ കൂൾ, എത്ര വേഗത്തിൽ തണുക്കാൻ കഴിയുന്നു അല്ലേ? ഓൺ എക്സ്ചേഞ്ച് ഹീറ്റ് വിത്ത് ഇറ്റ് സറൗണ്ടിങ്, ലെറ്റ് us പെർഫോം ദ ഫോളോയിങ് ആക്ടിവിറ്റി. സോ ഒരു ആക്ടിവിറ്റി അങ്ങനെ പെർഫോം ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് കിട്ടി? നമുക്കൊരു ഇൻഫറൻസ് കിട്ടി. സി, ദിസ് ഈസ് എ കർവ് ഷോയിങ് കൂളിംഗ് ഓഫ് ഹോട്ട് വാട്ടർ വിത്ത് ടൈം. സി, ഫ്രം ദ ഗ്രാഫ് യു ക്യാൻ ഇൻഫർ ഹൗ ദ കൂളിംഗ് ഓഫ് ഹോട്ട് വാട്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഫറൻസ് ഓഫ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഫ്രം ദാറ്റ് ഓഫ് ദ സറൗണ്ടിങ്. ഓക്കെ, you will also notice that initially the rate of cooling is higher. അല്ലേ? ഇനീഷ്യലി നോക്ക്, ഇനീഷ്യലി റേറ്റ് ഓഫ് കൂളിംഗ് ഹൈ അല്ലേ? കണ്ട, സ്ലോപ്പ് ഭയങ്കര കൂടുതലാണ്. ഇനീഷ്യലി റേറ്റ് ഓഫ് കൂളിംഗ് ഈസ് ഹൈ. എന്തുകൊണ്ടായിരിക്കും ഇനീഷ്യലി റേറ്റ് ഓഫ് കൂളിംഗ് ഹൈ ആവാൻ കാരണം? ഇനീഷ്യലി ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലാണ്. കറക്റ്റ് അല്ലേ? യെസ്, ഇനീഷ്യലി the rate of cooling is higher and it decreases as the temperature of the body falls. Temperature of the body falls അനുസരിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? സി, ഡെൽറ്റ ടി കുറയുന്നതിനനുസരിച്ചിട്ട് യെസ് റേറ്റ് ഓഫ് കൂളിംഗും എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. The above activity shows that a hot body loses heat to its surroundings in the form of heat radiation. ഓക്കെ, എങ്ങനെയാണ് ഹോട്ട് ബോഡി സറൗണ്ടിങ് ആയിട്ട് ഹീറ്റ് ലൂസ് ചെയ്യുന്നത്? Yes, in the form of heat radiation. And the rate of loss of heat, ഈ ഹീറ്റ് ലോസ് ചെയ്യുന്ന റേറ്റ് depends on the difference in temperature between the body and its surrounding. The rate of loss of heat depends on the difference in temperature between the body and its surrounding. കറക്റ്റ് അല്ലേ? അതായത് റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആണ്. ഇറ്റ്സ് ഓൾവേസ് ഡിപ്പെൻഡ് അപ്പോൺ ഡെൽറ്റ ടി, ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ്. ആ ഒരു ഡിഫറൻസിനാണ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത്. കറക്റ്റ്. Newton was the first to study in a systematic manner the relation between the heat lost by a body in a given enclosure and its temperature. ആദ്യമായിട്ട് ആരാണ് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തത്? Newton. Yes. So according to Newton's law of cooling, that is what we are studying. Correct. Newton's law of cooling. Newton's laws of motion ഒക്കെ പഠിച്ചില്ലേ? ഇനി നമുക്ക് Newton's law of cooling പഠിക്കാം. എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത്? ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ്. ഓക്കെ, റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ്, അതിനെങ്ങനെ എനിക്ക് റെപ്രസെന്റ് ചെയ്യാം? റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഡി ക്യൂ ബൈ ഡിറ്റ്. ജസ്റ്റ് എന്താണ് അല്ലെ? ഹീറ്റിന്റെ റേറ്റ്. ഈ മൈനസ് സൈൻ എന്തുകൊണ്ടിട്ടത്? കാരണം ഹീറ്റ് നഷ്ടപ്പെടുകയാണ്, ഹീറ്റ് ലൂസ് ചെയ്യാണ്.
ഇത് ലൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്ത് വിളിക്കാം അതിനെ? എന്ത് വിളിക്കാം എനിക്കതിനെ? റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ്. കറക്റ്റ് അല്ലേ? റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ്. Rate of loss of heat, that is minus dq by dt of the body is directly proportional to the difference of temperature delta T, T2 minus T1 of the body and the surrounding. Okay, suppose എനിക്ക് എങ്ങനെ എടുക്കാം? T2 ടെമ്പറേച്ചർ എങ്ങനെ എടുക്കാം? T2 ടെമ്പറേച്ചർ സറൗണ്ടിങ് ടെമ്പറേച്ചർ എടുക്കാം അല്ലേ? T2 ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചർ എടുക്കാം അല്ലേ? Temperature of body. And T2 temperature എന്ത് കൊടുക്കാണ്? T2 temperature is temperature of body. Temperature of body. T1 എന്തൊക്കെ എടുക്കാണ്? T1 ഞാൻ എടുക്കാണ് temperature of surrounding. T1 ഞാൻ എടുക്കാണ് എന്ത്? Temperature of എന്തടാ? Temperature of surroundings. So this T2 minus T1. This T2 minus T1 actually എന്താണ്? Delta T. Correct അല്ലേ? So delta T is what? Temperature difference. Temperature difference of what? Temperature difference of body and temperature difference of temperature difference means difference of body temperature and surrounding temperature. Okay. So എന്താണ് പറഞ്ഞത്? The rate of loss of heat, that is dq by dt of the body is directly proportional to delta T. അല്ലേ? അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് that is minus dq by dt is directly proportional to temperature difference delta T. അല്ലേ? ഡെൽറ്റ ടി എന്ത് എഴുതാം? T2 minus T1 എഴുതാം. സോ എനിക്ക് എന്ത് പറയാം? റേറ്റ് ഓഫ് ലോസ് ഓഫ് ടെമ്പറേച്ചർ ദാറ്റ് ഈസ് മൈനസ് dq by dt. ഞാൻ എഴുതി തരാം എന്താണ് മൈനസ് dq by dt. എന്താണ് മൈനസ് dq by dt? എടാ റേറ്റ് ഓഫ് ലോസ് ഓഫ് ടെമ്പറേച്ചർ. റേറ്റ് ഓഫ് ലോസ് ഓഫ് ടെമ്പറേച്ചർ ദാറ്റ് ഈസ് മൈനസ് dq by dt is directly proportional to delta T, that is T2 minus T. Correct അല്ലേ? മൈനസ് dq by dt is directly proportional to T2 minus T1. ന്യൂട്ടൺ അതാണ് പറഞ്ഞത്. ഇനി the law holds good only for small difference of temperature. ഈ ലോ അതായത് സ്മോൾ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചറിനാണ് applicable. Okay, delta T should be small. Okay, that is an important point. Delta T should be small. അല്ലെ? Delta T should be small. എങ്കിലേ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി പറയാൻ പറ്റൂ. Delta T should be small. Okay, delta T should be small. And also the loss of heat by radiation depends. അതിവിടെ പറഞ്ഞാണ് എന്തായിരുന്നു? സറൗണ്ടിങ്ങിൽ ലോസ് ചെയ്യുന്ന ഹീറ്റിന്റെ ഫോർമേഷൻ ഏത് ഫോമിലാണ് ഹീറ്റ് ലോസ് ആവുന്നത്? ഇവിടെ പറഞ്ഞത് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ഫാൾസ്. ഓക്കെ, റേഡിയേഷൻ മൂലമാണ് എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ലൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് പറഞ്ഞതാണ്. ആൻഡ് the loss of heat by radiation depends upon the nature of the surface of the body and the area of the exposed surface. അല്ലേ? എത്ര ഏരിയ ഓഫ് സർഫസ് എക്സ്പോസ്ഡ് ആണെന്ന് കൂടി ഡിപ്പെൻഡ് ചെയ്യും. സോ വി ക്യാൻ റൈറ്റ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ എനിക്ക് എന്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കെ. അല്ലേ? എനിക്ക് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കെ കൊടുത്താൽ എനിക്ക് ഇങ്ങനെ എഴുതാം: മൈനസ് dq by dt ഈസ് ഈക്വൽ ടു കെ T2 minus T1. എഴുതിക്കൂടെ? എഴുതാം അല്ലേ? സോ നമ്മൾ ഇക്വേഷൻ കിട്ടി മൈനസ് dq by dt ഈക്വൽ ടു കെ ഇൻറ്റു T2 minus T1. ഒരു കെ ഈസ് നോൺ ആസ് പോസിറ്റീവ് കോൺസ്റ്റന്റ്. ഒരു കെ ഈസ് എ പോസിറ്റീവ് കോൺസ്റ്റന്റ് ഡിപ്പെൻഡിങ് അപ്പൺ ദ ഏരിയ ആൻഡ് നാച്ചർ ഓഫ് ദ സർഫസ് ഓഫ് ദ ബോഡി. ഓക്കെ, കെ ഈസ് എ പോസിറ്റീവ് കോൺസ്റ്റന്റ് ഡിപ്പെൻഡിങ് അപ്പൺ ദ ഏരിയ ആൻഡ് നാച്ചർ ഓഫ് ദ സർഫസ് ഓഫ് ദ ബോഡി. ആൻഡ് നമുക്കിവിടെ അതിന് കേക്ക് എന്ത് ചെയ്യാം? ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. കെ ഈസ് എ പോസിറ്റീവ് കോൺസ്റ്റന്റ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? കെ ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. കെ ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. രണ്ടാമത്തെ ഡിസ്ക്രിപ്റ്റീവ് പോയിന്റ് നമുക്ക് കൊടുക്കാം. കെ ഡിപ്പെൻഡ്സ് ഓൺ. കെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ആൻഡ് nature of
സർഫസ് ഓഫ് ബോഡി. ബോഡി സർഫസിന്റെ നാച്ചുറിനെയും ബോഡി സർഫസിന്റെ ഏരിയനെയാണ് കെ എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലെ, ഈസി അല്ലേ? For a case a positive constant depending upon the area and the nature of the surface of the body. Suppose a body of mass m and a specific heat capacity s is at temperature T2. Let T1 be the temperature of the surrounding. If the temperature falls by a small amount dt2 in time dt, then the amount of heat lost is dq is equal to ms dt2. ഓക്കെ, ഇത്രയും പറയുന്നുള്ളൂ. അതായത് ഞാൻ എന്തെടുക്കാണ്, ഒരു ബോഡി എടുക്കാണ്. ആ ബോഡിയുടെ മാസ് എം ആണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് കപ്പാസിറ്റി സ്മോൾ എസ് ആണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് കപ്പാസിറ്റി സ്മോൾ എസ് എടുത്തു. ഓക്കെ, ഒരു സ്മോൾ ടൈം dt2 ടെമ്പറേച്ചർ ലോസ് ആയി. നമുക്കറിയാം T2 എന്തായിരുന്നു, T1 എന്തായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞാണ് T2 is what? T2 ഇവിടെ പറഞ്ഞ T2 എന്താണ്, ടെമ്പറേച്ചർ ഓഫ് ബോഡിയാണ്. ബോഡി ടെമ്പറേച്ചറിനെയാണ് എന്ത് ഡിനോട്ട് ചെയ്യുന്നത്, T2 ഡിനോട്ട് ചെയ്യുന്നത്. സോ T2 is what? T2 is temperature of body. T2 is temperature of body. And T1 is also what? T1 is temperature of surrounding. T1 is temperature of surrounding. Okay, easy. സോ ഒരു സ്മോൾ ടൈം ഡിറ്റിയിൽ ഇത്രയും ടെമ്പറേച്ചർ എന്തായി ഡിഫറൻസ് ലോസ് ആയി. സോ ഹീറ്റ് ലോസ് എന്തായിരിക്കും, നമുക്ക് ഇക്വേഷൻ അറിഞ്ഞൂടെ, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എം എസ് ഡെൽറ്റ ടി. സെയിം ഇക്വേഷൻ ആയിക്കൂടെ അപ്ലൈ ചെയ്യാം ഫോർ സ്മോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് ഡി ക്യൂ ഇസ് ഈക്വൽ ടു എം എസ് ഡി ടി. ഓക്കെ, എനിക്ക് അങ്ങനെ എഴുതാലോ, അങ്ങനെ എഴുതാം. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം, റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഇസ് ഗിവൺ ബൈ, അല്ലെ, റേറ്റ് ഓഫ് ലോസ്. സോ ഇതെന്താണ്, ജസ്റ്റ് ഹീറ്റ് ലോസ് ആണ്. അതിന് റേറ്റ് എടുക്കണമെങ്കിൽ ഞാൻ dt കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോലെ രണ്ട് സൈഡും. സോ ഞാൻ രണ്ട് സൈഡും dt കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് കിട്ടും. ദാറ്റ് ഈസ് dq ബൈ dt ഈസ് ഈക്വൽ ടു, എനിക്ക് എങ്ങനെ എഴുതാം, ms dt2 ബൈ dt. കറക്റ്റ് അല്ലേ? യെസ്. സോ എനിക്കത് കിട്ടി. ഫ്രം ഇക്വേഷൻ 1 and 2. ഈ ഇക്വേഷനും രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് രണ്ടിലും വരുന്ന എന്താണ്, dq ബൈ dt. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഇക്വേഷൻ കമ്പയർ ചെയ്യാണ്. ഈ ഇക്വേഷനും ബഹുമാനപ്പെട്ട ഈ ഇക്വേഷനും. സോ ഈ രണ്ട് ഇക്വേഷനും ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, ഞാൻ ഈ ഇക്വേഷൻ എടുക്കാണ് ഇവിടത്തേക്ക്. സോ എനിക്ക് ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്താൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്താൽ എനിക്ക് എങ്ങനെ എഴുതാം, മൈനസ് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് എഴുതിയത്. ഓക്കെ. സോ എനിക്ക് എന്ത് പറയാം, മൈനസ് dq ബൈ dt എനിക്ക് എങ്ങനെ എഴുതാം, മൈനസ് എം എസ് dt2 ബൈ dt ഈസ് ഈക്വൽ ടു k t2 മൈനസ് t. കറക്റ്റ് അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഈസിയാണ്. യെസ്. സോ അങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് ഞാൻ എത്തി. ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം, dt2 ടെമ്പറേച്ചർ ടേംസ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അതൊന്ന് റീഅറേഞ്ച് ചെയ്തു. ഈ മൈനസ് കെ ബൈ എം എസിന് ഒരു ക്യാപിറ്റൽ കെ വിളിച്ചു പറയും, കെ ബൈ എം എസ് ഓൺ ഇന്റഗ്രേറ്റിംഗ്. ഓക്കെ, വി ഗോട്ട് സി. ഓക്കെ, അതിനുശേഷം ഞാൻ എന്താ ചെയ്തത്, ടെമ്പറേച്ചർ ടേംസിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ ദാറ്റ് മീൻസ് എനിക്ക് ഇങ്ങനെ എഴുതാം, dt2 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, എനിക്ക് ഇങ്ങനെ എഴുതാം, k ബൈ എം എസ് ഡി ടി, അല്ലെ, k ബൈ എം എസ് ഡി ടി. മൈനസ് ഉണ്ടാവും അവിടെ, മൈനസ് k ബൈ എം എസ് ഡി ടി. യെസ്, ഈ മൈനസ് k ബൈ എം എസ് ഇല്ല, ഈ മൈനസ് k ബൈ എം എസ് അത് ഞാൻ ക്യാപിറ്റൽ k എന്ന് കൊടുത്തു, ഒരു വലിയ കോൺസ്റ്റന്റ് k. സോ എനിക്ക് പറയാം മൈനസ് k ബൈ എം എസ് ആണ് എന്ത്, ക്യാപിറ്റൽ k. കറക്റ്റ് അല്ലേ? ഓക്കെ, ക്യാപിറ്റൽ K is K by MS. ക്യാപിറ്റൽ K is K by MS. സോ എനിക്ക് ഇങ്ങനെ ഇക്വേഷൻ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം, dt2 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു മൈനസ് ക്യാപിറ്റൽ K dt. Correct. So we got the final formulated equation. This is our final formulated equation.
ഇതിനെ ഞാൻ അടുത്തെന്ത് ചെയ്തു അടുത്ത് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തു. സോ ഇന്റഗ്രേറ്റ് ചെയ്ത് എനിക്ക് എങ്ങനെ എഴുതാം log to the base e t2 minus t1 is equal to minus kt plus c. So ഇതിനെ എനിക്ക് മാറ്റി എഴുതാം. On integrating I can write log to the base e t2 minus t1 is equal to minus kt plus c. Log to the base e t2 minus t1 is equal to minus kt plus c, or else t2 is equal to t1 plus c raised to e c raised to yes, where c dash is e raised to c. Correct. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. കറക്റ്റ്. യെസ്, c into e raised to minus kt. C dash into e raised to minus kt, where c dash is e raised to c. So now starting പറഞ്ഞായിരുന്നു, this is for small temperature difference. The rate of cooling due to conduction, convection and radiation combined is proportional to the difference in temperature. It's a valid approximation in the transfer of heat from a radiator to a room, the loss of heat through the wall of a room, or the cooling of a cup of tea on the table. ഇതിനൊക്കെ വാലിഡ് ആണ്. നമ്മൾ എത്ര ഇക്വേഷൻ ആണ് നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടത്? ഈ രണ്ട് ഇക്വേഷൻ ആണ് ബൈഹാർട്ട് ചെയ്യേണ്ടത്. Yes, dt2 by t2 minus t1 is equal to minus kt. അല്ലെങ്കിൽ ഈ ക്വസ്റ്റൻ മാത്രം എന്ത് ചെയ്യാൻ ബൈഹാർട്ട് ചെയ്താൽ എന്ത് log t2 minus t1 equal to minus kt plus c. ഒക്കെ ഒരു പ്രോബ്ലം ചെയ്താൽ കുറച്ചുകൂടി നല്ല എളുപ്പമായിട്ട് ഫീൽ ആവും. ഓക്കെ, യെസ്. സോ log t2 minus t1 versus small t, ഒരു ഗ്രാഫ് വരച്ചാൽ എന്ത് ഗ്രാഫ് കിട്ടും? I wanna draw a graph between എനിക്കൊരു ഗ്രാഫ് വരക്കണം. ഗ്രാഫ് ബിറ്റ്വീൻ y ആക്സിസിൽ കൊടുത്തു log t2 minus t1. ഓക്കെ, x ആക്സിസിൽ ടൈം t. സോ ഒരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ സിമ്പിൾ അല്ലേ? y is equal to mx plus c അല്ലേ? എന്ത് ചെയ്താൽ മതി? കമ്പയർ ചെയ്താൽ പോരെ. സോ ഇതാണ് y is equal to mx plus c. ഇവിടെ m എന്താ വരിക? m is minus k. So negative slope. So negative slope means we will get a graph like this. Negative slope ആണ്, but it's a constant slope അല്ലേ? യെസ്, കണ്ട ഈ ഒരു ഗ്രാഫിലേക്ക് നമ്മൾ എത്തിയല്ലോ. യെസ്. സോ നമുക്ക് എന്ത് ചെയ്യാം? സോ വി ഹാവ് എ ക്വസ്റ്റ്യൻ ഹിയർ. ഈ ക്വസ്റ്റ്യൻ ഇതിൽ എല്ലാം സിമ്പിൾ ആവും. ഓക്കെ, ഇക്വേഷന്റെ അപ്ലിക്കേഷൻ കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. യെസ്. സോ ബേസിക്കലി ബേസിക് ഇക്വേഷൻ എന്താണ്? ബേസിക് ഇക്വേഷൻ dq by dt is equal to k into delta t. Correct? dq by dt equal to k into delta t. So ഇവിടെ എന്താ പറയുന്നത്? A pan is filled with hot food cools from 94 degrees Celsius to 86 degrees Celsius in 2 minutes when the room temperature is at 20 degrees Celsius. How long will it take to cool from 71 degrees Celsius to 69? അതായത് 94 നിന്ന് 86 വരാൻ 2 മിനിറ്റ് എടുത്തു. റൂം ടെമ്പറേച്ചർ 20 ആണ്. സോ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതാം. ക്വസ്റ്റനിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? 94 നിന്ന് 86 വരാൻ 2 മിനിറ്റ്. 94 ഡിഗ്രി സെൽഷ്യസ് നിന്ന് 86 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരാൻ എടുത്ത ടൈം 2 മിനിറ്റ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 71 നിന്ന് 69 വരാൻ 71 ഡിഗ്രി സെൽഷ്യസ് നിന്ന് 69 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരാൻ എത്ര ടൈം എടുക്കും അത് കാണണം. റൂം ടെമ്പറേച്ചറും ഗിവൺ ആണ്. റൂം ടെമ്പറേച്ചർ ഈസ് ഗിവൺ. ഹൗ മച്ച്? റൂം ടെമ്പറേച്ചർ ഈസ് ഗിവൺ ഐ തിങ്ക് 20 ഡിഗ്രി സെൽഷ്യസ്. റൂം ടെമ്പറേച്ചർ ഗിവൺ ആണ് 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും നോക്കി ഗോസി. So the average temperature of 94 degrees Celsius and 86 degrees Celsius is what? 90. എങ്ങനെ ആവറേജ് കിട്ടിയത്? ആവറേജ് സിമ്പിൾ അല്ലേ? 94 plus 86 divided by 2. എന്ത് കിട്ടും നമുക്ക്? 90 കിട്ടും അല്ലേ? സിമ്പിൾ മാത്സ്. which is 70 degrees Celsius above any which is 70 degrees Celsius above the room temperature അല്ലേ? room temperature 20 ആണ്. Under these conditions the pan cools 8 degrees Celsius in 2 minutes. ആക്ച്വലി അല്ലേ, അതായത് 70 ഉണ്ട് നോക്കിക്കോ.
അപ്പൊ നമുക്ക് മനസ്സിലായി. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബൈ ടൈം ഇസ് ഈക്വൽ ടു കെ ഡെൽറ്റ ടി. ഒന്നാമത്തെ കേസിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അണ്ടർ ദീസ് കണ്ടീഷൻസ് ദ പാൻ കൂൾസ് 8 degrees Celsius in 2 minutes. Yes, change in temperature is 8 degrees Celsius, time is 2. And okay, this 70, ഈ 70 ഡെൽറ്റ ടി ആക്ച്വലി എന്താണെന്നറിയാവോ? ആ ഡെൽറ്റ ടി ആക്ച്വലി എടുത്തിരിക്കുന്നത്, ഈ ഡെൽറ്റ ടി ആക്ച്വലി എന്തായിട്ടാണ് എടുത്തിരിക്കുന്നത്? ഡെൽറ്റ ടി ആക്ച്വലി എടുത്തിരിക്കുന്നത് T1 plus T2 divided by 2 മൈനസ് റൂം ടെമ്പറേച്ചർ ആണ്. കറക്റ്റ് അല്ലേ? സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. സോ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെ ആക്ച്വലി നമുക്ക് എന്താ പറയാം, എങ്ങനെ എഴുതണം നമ്മള്? ഡി ക്യൂ ബൈ ഡി ടി നോട്ട് ഡി ക്യൂ ബൈ ഡി ടി. ഇക്വേഷൻ എന്താണെന്ന് അറിയാവോ? ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു T1 plus T2 divided by 2 minus T room means room temperature, where TR is എന്താണ്? room temperature. TR എന്താണ്? room temperature. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കും. ഇതാണ് നമ്മൾ ഇക്വേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യണം. ഡെൽറ്റ ടി ബൈ ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു T1 plus T2 by 2 minus TR. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഓക്കെ, അപ്പം ആ ഒരു ഇക്വേഷൻ നമുക്ക് ഇതിൽ കൊടുത്താല് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളി നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. സോ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? 94 86 വന്നു. 2 മിനിറ്റ് സമയം എടുത്തു. ഞാൻ ഓരോ സ്റ്റെപ്പും ചെയ്ത് കാണിച്ചു തരാം. ഇതോ കറക്റ്റ് നോക്കിക്കോ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. 94 86 സോ ഡെൽറ്റ ടി എന്തായിരിക്കും? 94 മൈനസ് 86 8 അല്ലെ? ഒന്നാമത്തെ കേസാണ് ഇത്. ഒന്നാമത്തെ കേസ് കൊടുക്കുകയാണ്. ഇത് രണ്ടാമത്തെ കേസ് അല്ലെ? എടുത്ത ടൈം 2 മിനിറ്റ്. ഞാൻ 2 മിനിറ്റ് തന്നെ എടുക്കുകയാണ്. ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു T1 plus T2 by 2 94 plus 86 by 2 90. റൂം ടെമ്പറേച്ചർ 20. കറക്റ്റ്, ഒന്നാമത്തത്. രണ്ടാമത്തെ സിനാരിയോ 71 69 എത്ര ഡിഫറൻസ് ഉള്ളത്? 2. എടുത്ത ടൈം നമുക്ക് എന്ത് ചെയ്യണം? കാണണം. കെ കോൺസ്റ്റന്റ് ഇവിടെ T1 plus T2 by 2 71 plus 69 by 2 എത്ര വരിക? 70 മൈനസ് റൂം ടെമ്പറേച്ചർ 20. ഇനി ഇതിനൊന്നുകൂടി നമുക്ക് സോൾവ് ചെയ്താൽ എങ്ങനെ കിട്ടും? 8 by 2 that is 4 equal to k into 70. കറക്റ്റ് അല്ലേ? യെസ്. ഇവിടെയോ 2 by t is equal to k into 50. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ നിന്നും k എന്താണെന്നറിയാം? k equal to 4 by 70 അല്ലെ? ആ k equal to 4 by 70 ഇവിടെ കൊടുത്തോ. That is I can write 2 by t equal to k is what? 4 by 70. 4 by 70 into 50. Okay, so cancel ചെയ്യാം. So 2 by t equal to എന്ത് കിട്ടി? 4 into 5 by 7. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം ഇതിനെ 20 by 7. So t by 2 is what? 7 by 20. T will be how much? 7 by 20 into 2, that is 10i. It is actually 0.7 minutes. 0.7 minute. കറക്റ്റ് അല്ലേ? 0.7 minute. 0.7 minute. യെസ്, കണ്ട എന്താ കിട്ടിയത്? 0.7 minute. 0.7 minute. ഇനി സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 0.7 into 60 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 42 seconds. ഈസി അല്ലേ? യെസ്. അതേ ചോദ്യം, സിമിലർ ചോദ്യം നമുക്ക് എക്സസൈസിൽ ഉണ്ട്. നോക്കാം. എന്താണ് ലാസ്റ്റ് ചോദ്യം? 10.20 നോക്കിക്കോ. ഓൾമോസ്റ്റ് സിമിലർ അപ്രോച്ച് ചോദ്യമാണ്. ചോദ്യം എന്താണ്? ചോദ്യം ഞാൻ വായിച്ചുതരാം. എ ബോഡി കൂൾസ് ഫ്രം 80 degrees Celsius to 50 degrees Celsius in 5 minutes. 80 50 എത്തി. എത്ര ടൈമില്? 5 മിനിറ്റ്. 80 50 എത്തി, എടുത്ത ടൈം 5 മിനിറ്റ്. 80 50 എത്തി, എടുത്ത ടൈം. ഓക്കെ, then calculate the time. നമ്മൾ ടൈം കാണണം. ഫ്രം 60 to 30. 61 30 എത്താൻ എത്ര ടൈം എടുത്തിട്ടുണ്ടാവും? അതാണ് കാണേണ്ടത്. ആൻഡ് ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ് ഈസ് 20. എല്ലാം ഗിവൺ ആണ് അല്ലേ?
സോ നമ്മൾ ഇക്വേഷൻ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. ഡെൽറ്റ ടി ബൈ ടി, that is change in temperature by time equal to k into T1 plus T2 by 2 minus TR, where TR is room temperature. അതൊരിക്കലും മറക്കാതെ, where TR is room temperature. ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. യെസ്, ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഇത് എഴുതാം, ഇതായിരിക്കും ബെറ്റർ. സോ ഇവിടെ എഴുതാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ ഈസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഞാനൊന്ന് ഇതിന്റെ ഫോണ്ട് സൈസ് ഒന്ന് കുറക്കട്ടെ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ടൈം ഈക്വൽ ടു കെ ഇൻറ്റു രണ്ട് ബോഡി ടെമ്പറേച്ചറും സറൗണ്ടിങ് ടെമ്പറേച്ചറും ആഡ് ചെയ്ത് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു ആവറേജ് കാണാം, മൈനസ് ടി ആർ, വേർ ടി ആർ ഈസ്, ഈ ടി ആർ ഒരിക്കലും മറക്കരുത്, ടി ആർ ഈസ് റൂം ടെമ്പറേച്ചർ. ടി ആർ ഈസ് റൂം ടെമ്പറേച്ചർ ആൻഡ് സ്മോൾ ടി ഈസ് 10. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നോക്ക്. ഓക്കെ, ഒന്നാമത്തെ കേസ് അല്ലെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഒന്നാമത്തെ കേസ് എന്താണ്? ഒന്നാമത്തെ കേസ് സംഭവിക്കുന്നത് നോക്ക്. ഒന്നാമത്തെ കേസ് എന്താണ്? 80 ഡിഗ്രി സെൽഷ്യസ് എവിടത്തേക്ക് വന്നു? 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് വന്നു. എടുത്ത ടൈം 5 മിനിറ്റ്. ഓക്കെ, രണ്ടാമത്തെ സിനാരിയോ 60 ഡിഗ്രി സെൽഷ്യസ് 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് വന്നു. എടുത്ത ടൈം നമുക്ക് കാണണം. റൂം ടെമ്പറേച്ചർ ടി ആർ ഈസ് ഗിവൺ ഹൗ മച്ച്? 20 അല്ലേ? യെസ്. സോ എല്ലാ വാല്യൂസും നമുക്കറിയാം, ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് സിംപിളി അപ്ലൈ ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷനിൽ ഒന്നാമത്തെ കണ്ടീഷൻ കൊടുത്താൽ 80 ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ആക്ച്വലി 80 മൈനസ് 50, ഇത് ഒന്നാമത്തെ കേസാണ്, ഡിവൈഡഡ് ബൈ ടൈം ഈസ് 5 ഈക്വൽ ടു കെ ഇൻറ്റു 80 പ്ലസ് 50. ഞാൻ കറക്റ്റ് ഓരോ സ്റ്റെപ്പ് ഒന്നും മിക്സ് ആക്കുന്നില്ലേ? ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സിനാരിയോ. രണ്ടാമത്തെ സിനാരിയോ 60 അല്ലേ? 60 ബൈ 30 ടൈം നമുക്ക് കാണണം. കെ ഇൻറ്റു 60 പ്ലസ് 30 ഡിവൈഡഡ് ബൈ 2 മൈനസ് 20 അല്ലേ? യെസ്. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് ഇങ്ങനെ 80 മൈനസ് 50 എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ 5 അല്ലെ? 30 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു കെ ഇൻറ്റു 80 പ്ലസ് 50 ബൈ 2. 80 പ്ലസ് 50 130, കറക്റ്റ് അല്ലേ? 130 ഡിവൈഡഡ് ബൈ 2, 130 ഡിവൈഡഡ് ബൈ 2 65 മൈനസ് 10 അല്ലേ? ഇതിനെ സിംപ്ലിഫൈ ചെയ്താലോ 60 മൈനസ് 30, ദാറ്റ്സ് അഗൈൻ 30. 30 ബൈ ടി ഈക്വൽ ടു k into 60 plus 30 by 2, that is 90 by 2, that is 45 minus 20. ഒന്നുകൂടി ഇതിനെ സോൾവ് ചെയ്താൽ അല്ലെ എങ്ങനെ എഴുതാം? 30 by 5, that is 6. 6 is equal to k into 65 minus 20, that is 45. Okay, 6 is equal to k into 45. രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാം. 30 by t equal to k into 45 minus 20, that is 25 അല്ലെ? ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? കെന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ദാറ്റ് കെ ഈസ് 6 ഡിവൈഡഡ് ബൈ 45. സോ കെ 6 ഡിവൈഡഡ് ബൈ 45 ഇവിടെ കൊടുക്കാം. 30 ബൈ ടി ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 45 ഇൻറ്റു 25, കറക്റ്റ് അല്ലേ? യെസ്. 25 45 കൊണ്ട് കട്ട് ചെയ്യാം. 5 5, ഇതിലോ 9 5, കറക്റ്റ് അല്ലേ? ഇത് 3 3, ഇതിലോ 2 3. So this turns out as 10 by 3. So 30 by t is equal to 10 by 3. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? t by 30 equal to 3 by 10, or time t is equal to 3 by 10 into 30, that is 9. അങ്ങനെ വരാൻ കുഴപ്പമില്ലല്ലോ. 3 by 10 into 30. Wait. Yes, 9 minutes only, 9 minutes. Yes, 9 minutes. So our answer is 9 minutes. So എത്ര ടൈം എടുത്തു? 9 minutes. Yes, 9 minutes is the correct answer. Okay.
50 മിനിറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. യെസ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ? ക്വസ്റ്റ്യൻ നമ്പർ 10.18 മിസ്സിംഗ് ആയിരുന്നു. ഓക്കെ, ചെയ്തിട്ടില്ല, മിസ്സിംഗ് ചെയ്തിട്ടില്ല, അത് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1.8. യെസ്. So question says, we have a brass boiler. A brass boiler has an area of 0.15 meters square. Area is given 0.15 meters square. Thickness is 1 centimeter. Thickness is also given. It boils water. Obviously, it boils water at the rate of 6 kg per minute when placed on a gas stove. Okay, വാട്ടറിന് ബോയിൽ ചെയ്യുന്ന റേറ്റ് ഗിവൺ ആണ് 6 kilogram per minute. Estimate the temperature of the part of the flame in contact with the boiler. ഓക്കെ, ഗ്യാസ് സ്റ്റവ് എന്ന് വരുന്ന ഫ്ലെയിം ഇല്ലേ, അതിന്റെ ടെമ്പറേച്ചർ ആണ് കാണേണ്ടത്. Thermal conductivity of brass is given and heat of vaporization of water is also given. നമ്മൾ എന്നും ചെയ്യുന്ന പോലെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എന്തെഴുതാം? ആദ്യം എഴുതാം. എന്തൊക്കെ വാല്യൂസ് ആണ് നമുക്ക് ഗിവൺ വാല്യൂസ്. ഓക്കെ, സോ ഗിവൺ വാല്യൂസ്, ഒന്നാമത്തെ ഗിവൺ വാല്യൂസ് ഏരിയ ഗിവൺ അല്ലേ? യെസ്. ഏരിയ ഓഫ് ദ ബ്രാസ് ബോയിലർ. ഏരിയ ഓഫ് ദ ബ്രാസ് ബോയിലർ. എത്രയാണ് ഏരിയ ഓഫ് ദ ബ്രാസ് ബോയിലർ? സപ്പോസ് എ എടുക്കാണ്. എ ഇസ് ഈക്വൽ ടു 0.15 മീറ്റർ സ്ക്വയർ അല്ലേ? യെസ്. ഇനി തിക്നെസ് ഓഫ് ബോയിലർ, തിക്നെസ്സും ഗിവൺ ആണ്. തിക്നെസ് ഓഫ് ബോയിലർ, that is I am taking T. Thickness of boiler T is equal to 0.01 meter. കാരണം എത്ര സെന്റിമീറ്റർ ഗിവൺ? I think 1 centimeter means 0.01 meter. കറക്റ്റ് അല്ലേ? യെസ്. വേണമെങ്കിൽ ഇതിനെനിക്ക് അങ്ങനെ എഴുതാം, 15 into 10⁻²⁻2 meter സ്ക്വയർ, 1 into 10⁻²⁻2 meter എന്ന് എഴുതാം. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? യെസ്. സോ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഇൻഫർമേഷൻ എന്തായിരുന്നു? ദ ബ്രാസ് ബോയിലർ boils water at the rate R is equal to 6 kg per minute. 6 kg per minute. ഓക്കെ, ഇതാണ് ബോയിൽ ചെയ്യുന്ന റേറ്റ്, അതും ഗിവൺ ആണ്. ഇനി എടുത്ത ടൈം ഗിവൺ അല്ലേ? എത്ര ടൈം എടുത്തത്? സോ ടൈം ഐ എം റെപ്രസെന്റിങ് T is equal to 60 seconds അല്ലെ? ടൈം 60 seconds അല്ലേ? യെസ്. മീൻസ് 1 minute അല്ലെ? അതായത് ഒരു 60 seconds 1 minute എത്ര മാസ് ബോയിൽ ആവുന്നുണ്ട്? 6 kg. ദാറ്റ് ഈസ് വാട്ട് റേറ്റ് മീൻസ് 6 kg per minute. അല്ലേ? ഇനി തെർമൽ കണ്ടക്ടിവിറ്റി ഗിവൺ അല്ലേ? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബ്രാസ് Kb is given 109 ജൂൾ സെക്കൻഡ് ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് Kelvin inverse. പിന്നെ ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ ഓഫ് വാട്ടർ LV is also given 2256 into 10⁻³ joule per kg. ഇത്രയും വാല്യൂസ് ഗിവൺ ആണ്. 2256 into 10⁻³ joule per kg. And the thermal conductivity of brass, that is also K is also given 109 joule second inverse meter inverse Kelvin inverse. So എല്ലാ വാല്യൂസ് നമ്മൾ കയ്യിലുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, അതിനു മുമ്പ് ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടൊന്ന് എറൈസ് ചെയ്യട്ടെ. സോ ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ സപ്പോസ് ഞാൻ എടുക്കാണ് T1 ആക്കിയിട്ട്. ഓക്കെ, പിന്നെ അപ്പൊ ബോയിൽ ചെയ്യുന്ന വാട്ടറിന്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും? 100 അല്ലേ? ബോയിൽ ചെയ്യുന്ന വാട്ടറിന്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും? 100. യെസ്. ഓക്കെ, ഞാൻ എന്താക്കി എടുക്കാണ്? ഞാൻ എടുക്കാണ്, ഇനി ഇങ്ങോട്ടേക്ക് പോവാണ്. ഞാൻ എടുക്കാണ് എന്ത്?
T1 is the temperature of flame. T1 is the temperature of flame in contact with water. T1 is the temperature of flame in contact with water. Temperature of flame in contact with water. And T2 be the boiling point of water. That's 100. T2 be the boiling point of water. That is how much? 100 degree Celsius. Okay, പ്രശ്നം കഴിഞ്ഞില്ലേ? യെസ്, നമ്മൾ ഇക്വേഷനിലേക്ക് എത്താം അല്ലെ. ഹീറ്റ് കറന്റ് H is equal to K into area into delta T divided by thickness T. ഹീറ്റ് കറന്റ് ആക്ച്വലി എന്താണ്? Q by T ആണ്. സോ Q ഈക്വൽ ടു എന്താ എനിക്ക്? ഹീറ്റ് Q ഈക്വൽ ടു KA delta T into time divided by thickness. രണ്ടു പോലെ ടി വന്നു പറഞ്ഞാൽ ഞാൻ ഒരു കൺഫ്യൂഷൻ വെക്കാം. അത് TH കൊടുക്കാം, ഇത് TI കൊടുക്കാം. ടൈമിന് ഒന്ന് തിക്നെസ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? കേസ് കൊടുക്കാം. സോ ഹീറ്റ് അപ്പ് Q is equal to K is given how much? K എത്രയായിരുന്നു? K 109. Area is 15 into 10 raised to minus 2. 15 into 10 raised to minus 2. Delta T will be 100 minus T. Correct? 100 minus T1. Or like T1 minus 100. T1 minus 100 and delta T. At the time suppose 60 second ആയിക്കോട്ടെ. Okay, 60 second ആണെങ്കിൽ 60 second. Mass. അടുത്ത thickness. Thickness is given 1 in 10 raised to minus 2. 1 into 10 raised to minus 2. അല്ലേ? നമുക്ക് ഏത് ഇക്വേഷൻ ആയിട്ട് അല്ലേ? ഇനി ഹീറ്റ് നോക്കിയോ, ഇത് നമുക്ക് ഏത് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാം? ഹീറ്റ് റിസീവ്ഡ് ബൈ വാട്ടർ ടു വേപ്പറൈസ്. ഹീറ്റ് റിസീവ്ഡ് ബൈ വാട്ടർ ടു വേപ്പറൈസ്. അതെന്തായിരിക്കും? Q is equal to M into L. LB. കറക്റ്റ് അല്ലേ? രണ്ട് ഇക്വേഷൻ നമുക്ക് ക്ലബ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഈ എത്ര ഹീറ്റ് റിക്വയർഡ് എന്ന് കാണാം. M into LB. കറക്റ്റ് അല്ലേ? അതായത് 60 സെക്കൻഡിൽ എത്ര മാസ് വാട്ടർ ഇവാപ്പറേറ്റ് ഉണ്ട്? 6 kg. ബിക്കോസ് റേറ്റ് ഗിവൺ ആണ് എന്ത് അല്ലെ? 6 kg per minute. സോ ആ ഒരു റിക്വയർഡ് ഹീറ്റ് എന്തായിരിക്കും? M into LB, where Q is equal to M is 6 kilogram and latent heat of vaporization is 2256 into 10 raised to 3 joule per hit. 2256 into 10 raised to 3. Correct. So ഇത് വരുന്ന ഹീറ്റ് എന്താണെന്നറിയാവോ? 2256 into 6. നമുക്ക് സോൾവ് ചെയ്യാം. 2256 into 6. 36, 3 ബാക്കി 35, 3 ബാക്കി 6, 5, 30, 3 ബാക്കില്ലേ? 2, 12, 15, 1 ബാക്കി 13. ഓക്കെ, സോ 13536. സോ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി കൂടെ 1.3536 into 10 raised to 7. സോ ഈ ഹീറ്റ്, ഈ കിട്ടിയ Q നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഇക്വേറ്റ് ചെയ്യാം. എല്ലാ വാല്യൂസും ഗിവൺ ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഈ T1 മൈനസ് 100 എത്രയാന്ന് കിട്ടും. സോ അപ്രോക്സിമേറ്റ് നമുക്ക് എടുക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ നോക്കിക്കോ. 1.3536 into 10 raised to 7 into 10 raised to 7 is equal to 109 into 15 into 10 raised to minus 2 T1 minus 100 into 60. അടിയിൽ 10 raised to minus 2 ഉണ്ട്. സോ 10 raised to minus 2 നമുക്ക് രണ്ടും അവിടെ കട്ട് ചെയ്യാം. ഏതൊക്കെ വാല്യൂ കട്ട് ചെയ്യാൻ പറ്റും നോക്കിയോ. ഇത് കട്ട് ചെയ്തു. ഇതിന് അപ്രോക്സ് ഞാൻ 110 എടുക്കുകയാണെങ്കിൽ 0.05 എടുക്കാം. അപ്രോക്സ് ആണ് നോക്കുന്നത്. സോ 11 into 15, 150 സംതിങ്ങിലേക്ക് 160 എടുത്താൽ ഒന്നുകൂടി കട്ട് ചെയ്യാം, 4 ആക്കാം. ആൻഡ് 16 into 6 അപ്രോക്സ് ലൈക്ക് 96 അപ്രോക്സ് 100 എടുക്കുകയാണെങ്കിൽ അഗെയിൻ കട്ട് ചെയ്യാം, 2 എടുക്കാം. സോ 2 എടുത്താൽ അപ്രോക്സ് 135 equal to T1 minus 100 വരും.
like this would be approx T1 equal to like 235 something like approx. Like if MCQ purpose ആണ് approx ഇത്ര കിട്ടും. ബട്ട് കറക്റ്റ് നമ്മൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരുന്നു? ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ T1 കറക്റ്റ് വരുന്നത് 237.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്രോക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ആൻസർ ഈസ് 237. എത്രയാണ് വരുന്നത്? 237 ഡിഗ്രി സെൽഷ്യസ്. സോ 10.19 ചെയ്യാം അടുത്ത്. സോ ഞാൻ എന്ത് ചെയ്യാം, ഇതിൽ സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു പേജ് എടുക്കാം. ഓക്കെ, സോ നമുക്ക് 10.19 അല്ലേ ബാക്കി ആ ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഇതായിരുന്നു നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ള ചോദ്യം. സോ അത് ചെയ്യാം അല്ലെ. കാൽക്കുലേഷൻ ആണെങ്കിൽ സിംപിളി നമുക്ക് എന്ത് ചെയ്യാൻ മതി, എന്താണ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എക്സ്പ്ലെയിൻ വൈ എ ബോഡി വിത്ത് ലാർജ് റിഫ്ലക്ടിവിറ്റി ഈസ് എ പോ എമിറ്റർ. സി, ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എയുടെ എക്സ്പ്ലനേഷൻ പോകുന്നത് ചോദ്യമാണ് എ ബോഡി വിത്ത് ലാർജ് റിഫ്ലക്ടിവിറ്റി ഈസ് എ പുവർ എമിറ്റർ അല്ലേ. അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാം. എന്താണ് എക്സ്പ്ലനേഷൻ വരുന്നത്? സി, ലാർജ് റിഫ്ലക്ടിവിറ്റി മീൻസ് എന്താണ്, വരുന്നതിനെ ഫുള്ള് റിഫ്ലക്ട് ചെയ്ത് വിടുകയാണ്. ലാർജ് റിഫ്ലക്ടിവിറ്റി മീൻസ് ആക്ച്വലി എന്താണ്, പുവർ അബ്സോർബ് അല്ലെ. പുവർ അബ്സോർബ് ചെയ്യുന്നില്ല, ഫുള്ള് റിഫ്ലക്ട് ചെയ്ത് വിടുകയാണ്. പുവർ അബ്സോർബർ ആണ്. നമുക്കറിയാം അബ്സോർപ്ഷൻ അല്ലെ എന്താണ്, എമിഷനും റിലേറ്റഡ് ആണ്. പുവർ അബ്സോർപ്ഷൻ മീൻസ് പുവർ എമിഷൻ അല്ലെ. പുവർ അബ്സോർബർ മീൻസ് പുവർ എമിറ്റർ അല്ലെ. അബ്സോർബ് ചെയ്തില്ല പിന്നെ എങ്ങനെ എമിറ്റ് ചെയ്യാനാ? പുവർ അബ്സോർബർ മീൻസ് പുവർ എമിറ്റർ. therefore നമുക്ക് എന്താ പറയാ, എ ബോഡി വിത്ത് ലാർജ് റിഫ്ലക്ടിവിറ്റി ഈസ് എ പുവർ എമിറ്റർ അല്ലെ. സിമ്പിൾ ആണ്. ആൻഡ് ലെറ്റ്സ് മൂവ് ടു സ്റ്റേറ്റ്മെന്റ് ബി. സ്റ്റേറ്റ്മെന്റ് ബി സേസ് we have a brass tumbler feels much colder than a wooden tray on a chilly day. Brass tumbler feels much colder than a wooden tray on a chilly day. എന്താണ്? See, brass is actually a good conductor of heat, but wood is a poor conductor of heat. So when we touch a brass tumbler, heat is conducted from our hand to tumbler, and there is a drop in the body temperature, therefore we feel cold. When a wooden tray is touched on a chilly day, very less heat is conducted from the hand to the wooden tray. Then body temperature is not decreased. That's why we do not feel cold. So അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് ബി നമുക്ക് സിംപിളി നമുക്കെന്ത് പറയാം, നമുക്ക് പറയുകയാണെങ്കിൽ brass is a good conductor of heat. Brass is a good conductor of heat. Brass is a good conductor of heat, while wood is a poor conductor of heat. Wood is a poor conductor of heat. That's the reason. Okay, brass ഒരു നല്ല കണ്ടക്ടർ ആണ്, wood poor conductor ആണ്. Okay, let's read up. See, an optical pyrometer for measuring high temperature calibrated for an ideal black body radiation gives too low a value for the temperature of a red hot iron piece in the open, but gives a correct value for the temperature when the same piece in the furnace. Reason B, we know that radiation energy from a red hot iron piece placed in a furnace is given by, നമുക്ക് ഏത് ഇക്വേഷൻ വെച്ച് റിലേറ്റ് ചെയ്യാം, റേഡിയേഷൻ എനർജി അല്ലെ, സി. ഓക്കെ, ഈസ് ഈക്വൽ ടു എന്താണ്, സിഗ്മ ഇൻറ്റു ടി റൈസ് ടു 4. കറക്റ്റ് അല്ലേ? ആണ്. when the iron piece is placed open, iron piece ഇത് ഫർണസിൽ വെക്കുമ്പോൾ, ഇനി അയൺ ഓപ്പൺ ആക്കി വെച്ചാലുള്ള എനർജി എമിഷൻ എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ടി റൈസ് ടു 4 മൈനസ് ടി 0 റൈസ് ടു 4. സറൗണ്ടിങ് ടെമ്പറേച്ചർ വന്നു അല്ലെ, അല്ലേ. ഇവിടെ ആക്ച്വലി എന്താണ്, ഇവിടെ ടി എന്താണ്, ഈ കേസിൽ ടി എന്താണ്, ടി ഈസ് ടെമ്പറേച്ചർ ഓഫ് ഒപ്റ്റിക്കൽ പൈറോമീറ്റർ. Temperature of optical pyrometer
optical pyrometer. And T0 your temperature of open space. That is temperature of surrounding. Temperature of open space. അല്ലേ? സറൗണ്ടിങ്ങിൽ വെച്ചതായിരിക്കും ഇക്വേഷൻ അല്ലെ? ഇത് ഫർണസിൽ വെക്കുമ്പോൾ ഇക്വേഷൻ ആണ്, എനർജി ഇക്വേഷൻ അല്ലെ? റേഡിയേഷൻ എനർജി ഇക്വേഷൻ അറിയാലോ, ഒത്തിരി അറിയാം. സോ സറൗണ്ടിങ് ടെമ്പറേച്ചർ കൂടുമ്പോൾ സംഭവിക്കുക, ഈ ഇക്വേഷൻ ഒന്ന് അനലൈസ് ചെയ്യും. ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ടി റേസ് ടു 4 മൈനസ് T0 റേസ് ടു 4. As surrounding temperature, as temperature of open space increases, ഈ ഫാക്ടർ എന്ത് ചെയ്യും? കുറയും അല്ലേ? സോ ഈ എന്ത് ചെയ്യും? കുറയും. റേഡിയേഷൻ എനർജി കുറയും. അതല്ലേ പറയുന്നത്? എന്താ പറയുന്നത്? അതുകൊണ്ടാണ് സി. സോ ആ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് ഡി സേസ് the earth without its atmosphere would be inhospitably cold. എർത്തിന് സപ്പോസ് അറ്റ്മോസ്ഫിയർ ഇല്ലെന്ന് വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ യെസ് വുഡ് ബി ഇൻഹോസ്പിറ്റബിളി കോൾഡ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരിക്കും. വൈ എക്സ്പ്ലെയിൻ വൈ. സി, if there is no atmosphere, extra heat will not be trapped അല്ലേ? ഹീറ്റ് ട്രാപ്പ് ചെയ്യാൻ ആരുമില്ല. അറ്റ്മോസ്ഫിയർ ഇല്ല മീൻസ് ഹീറ്റ് ട്രാപ്പ് ചെയ്യാൻ ആരുമില്ല അല്ലേ? സോ ഡി statement in explanation, if there is no atmosphere, if there is no atmosphere, extra heat will not be trapped. Extra heat ട്രാപ്പ് ചെയ്യപ്പെടത്തില്ല. Correct അല്ലേ? So all the heat from the sun will be radiated back from the surface of Earth അല്ലെ? Full Earth സർഫസിലേക്ക് വരും. So without the atmosphere, Earth would be, so all the heat from the sun will be radiated back അല്ലേ? എല്ലാ എർത്തിന്റെ സർഫസിലേക്ക് എത്ര ഹീറ്റ് വരുന്നോ അത്രയും ഹീറ്റ് എന്ത് ചെയ്യും? റേഡിയേറ്റഡ് ബാക്ക്. സോ അത് എർത്തിന്റെ സർഫസിലേക്ക് എത്ര ഹീറ്റ് വരുന്നോ അത്രയും ഫുള്ള് റേഡിയേറ്റഡ് ബാക്ക്. സോ എർത്തിന്റെ സർഫസിൽ ഹീറ്റേ കാണത്തില്ല. If there is no atmosphere, extra heat will not be trapped. So എന്തായിരിക്കും? Earth's surface will be inhospitably cold. Last statement, heating systems based on circulation of steam are more efficient in warming a building than those based on circulation of hot water. കാരണം എന്താണ്? സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെ? സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് is much hotter than water at 100 degrees Celsius. ഒരു important point ആണ്. This is because, see, steam will have a lot of heat in the form of latent heat. കാരണം സ്റ്റീമിന്റെ കയ്യിൽ ആര് കൂടിയുണ്ട്? കറക്റ്റ് അല്ലേ? സ്റ്റീമിന്റെ കയ്യിൽ ലാറ്റന്റ് ഹീറ്റ് കൂടിയുണ്ട്. സ്റ്റീമിന്റെ കയ്യിൽ ആര് കൂടിയുണ്ട്? സ്റ്റീമിന്റെ കയ്യിൽ ലാറ്റന്റ് ഹീറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് is hotter than water at 100 degrees Celsius. Therefore, heating system based on the circulation of steam are more efficient in warming a building than those based on circulation of water. Correct അല്ലേ? Easy, yes. So 10.2 നമ്മൾ ചെയ്തൊക്കെ ചെയ്തു. സോ ഇനി നമുക്ക് ബാക്കിയുള്ളത്, ഇനി ബിഗിനിങ്ങിലുള്ള കുറച്ച് ചോദ്യങ്ങൾ ബാക്കിയുണ്ടല്ലോ. ഐ തിങ്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 ഇത് നമ്മൾ ചെയ്താണ് ആൻഡ് ഇത് നമ്മൾ ചെയ്താണ്. ഇത് നമ്മൾ ചെയ്തു. ഐ തിങ്ക് 10.4 ആണെന്ന് തോന്നുന്നല്ലേ? 10.4 ആണ്. ആൻസർ ദ ഫോളോയിങ് ആണ് ബാക്കി. സോ ലെറ്റ്സ് ഡു ദിസ്. വി ഹാവ് ടൈം നൗ. സോ എന്താണെന്ന് നോക്കാം. എന്താണ് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് എ എന്താണ് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് എ സേസ് ദ ട്രിപ്പിൾ പോയിന്റ് ഓഫ് എ വാട്ടർ ഈസ് എ സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് പോയിന്റ് ഇൻ മോഡേൺ തെർമോമെട്രി അല്ലേ? വൈ? എന്തുകൊണ്ടാണ്? അതായത് നമുക്ക് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് പോയിന്റ് ആയിട്ട് വെക്കാൻ പറ്റത്തില്ല. റീസൺ എന്താണ്? ദ വാരി വിത്ത് ചേഞ്ച് ഇൻ പ്രഷർ. ലൈക്ക് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് വാട്ടർ we cannot fix like a standard fixed point because it varies with the change in pressure. But temperature of the triple point temperature is a fixed temperature. Fixed temperature because the temperature of the triple point of water is unique and it does not vary with the pressure. So simply നമുക്ക് പറയുകയാണെങ്കിൽ ഈ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്തല്ല,
ഡസ് നോട്ട് വാരി വിത്ത് പ്രഷർ. പ്രഷറിനനുസരിച്ച് ഇത് മാറത്തില്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ആക്ച്വലി എ സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് പോയിന്റ് ആണ്. Okay. What is wrong in taking the melting point of the ice and the boiling point of water as a fixed point? നമ്മൾ റീസൺ പറഞ്ഞു. കാരണം എന്താണ്, ഈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ ടെമ്പറേച്ചർ അനുസരിച്ച് മാറും അല്ലേ. ഈ ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് ഡസ് വാരി. ഡസ് ആവശ്യമില്ല, പ്ലൂറൽ. ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് vary without temperature, whereas triple point of water does not vary with temperature, vary with pressure. That's why it's a standard fixed point in modern thermometry. Then, okay, B. There were two fixed points in the original Celsius scale as mentioned above, which were assigned to the number 0 degrees Celsius and 100 degrees Celsius respectively. Correct on the boiling point, melting point, boiling point. Okay, there were two fixed points. On the absolute scale, one of the fixed points is the triple point of water, which on the Kelvin absolute scale is assigned the number of like 273.16 Kelvin. What is the other fixed point on this Kelvin scale? There is only one fixed point. There is no other fixed point. Kelvin scale ആകെ lower fixed point മാത്രമേ ഉള്ളൂ, that is 273.16. upper fixed point illa. Okay, upper fixed point illa. There is no upper fixed point. Upper fixed point is not there in Kelvin scale. Upper fixed point is not there. Okay, solve the next. C, statement C. The absolute temperature that in Kelvin scale T is related to the temperature Tc on Celsius scale is Tc equal to T minus 273.15. Why do we have 273.15 in this relation? Why not 273.16? എന്തുകൊണ്ട് 16 അല്ല? 273.16 ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ആണേ ഉള്ളൂ. ഈ 273.15 എന്താണ്? കറസ്പോണ്ടിങ് വിത്ത് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അല്ലേ? മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അല്ല, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് 273.16 എന്താണ്? വേറെ ട്രിപ്പിൾ പോയിന്റ് ആണ് അല്ലെ? അതുകൊണ്ടാണ് 273.15 യൂസ് ഇക്വേഷൻ. നമ്മൾ ഈ കമ്പയറിങ് ചെയ്യുമ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ് യൂസ്, ഏത് ടെമ്പറേച്ചർ ആണ് യൂസ് ചെയ്യേണ്ടത്? Tc equal to T minus 273.15. 273.15, not 16. Okay, last statement. Statement D. What is the temperature of the triple point of water on an absolute scale whose unit interval size is equal to that of Fahrenheit scale? So, relation എന്താ? ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും തമ്മിലുള്ള റിലേഷൻ എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ ഫാരൻഹീറ്റ് സ്കെയിൽ ആൻഡ് കെൽവിൻ സ്കെയിൽ ഈസ് TF minus 32 divided by 180 equal to 273 divided by 100. So ചോദ്യം എന്താണ്? അത് ഒരു സിമിലർ യൂണിറ്റ് ഉണ്ട്, യൂണിറ്റ് ഇന്റർവൽ ഇസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഫാരൻഹീറ്റ് സ്കെയിൽ. നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യും ചോദ്യത്തിന്? യെസ്, ഇങ്ങനെ അപ്രോച്ച്. So for another set എനിക്ക് എന്തെടുക്കാം? T dash Fahrenheit minus 32 divided by 180 equal to T dash Kelvin minus 273 divided by 100. Suppose ഈ ഇക്വേഷൻ 1 ആക്കി എടുത്തു, ഇക്വേഷൻ 2 ആക്കി എടുത്തു. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യാം? സബ്സ്ട്രാക്ട് ചെയ്യാം. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്താൽ, സബ്സ്ട്രാക്ട് ചെയ്താൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? TF minus T dash F minus, okay, so അങ്ങനെ subtract 2 minus 1 ചെയ്യാം. 2 minus 1. So let's do 2 minus 1. So T dash F minus TF divided by 180 equal to എന്താ എനിക്ക് T dash K minus T
tk divided by 100. ഇതിനൊന്നും കൂടി സോൾവ് ചെയ്താൽ എനിക്ക് എങ്ങനെ കിട്ടും? t dash f minus tf equal to 1.8 t dash k minus t. ഓക്കെ, ഇതിന് സിമ്പിളി നമുക്ക് എന്ത് പറയാൻ പറ്റും? t dash f minus tf is actually 1.8 because t dash k minus tk എന്താണ്? 1 Kelvin അല്ലേ? സോ ആക്ച്വലി എന്തൊരു 1.8 എന്താണ് വരുന്നത്? 1.8 അല്ല 1.8 അല്ല 1.8 മൾട്ടിപ്ലൈ ആണ്. യെസ്, ഓക്കെ. 1.8 ഡിഫറൻസ് ആ കിട്ടിയത് 1.8. സോ മൾട്ടിപ്ലൈ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സോ ഫാരൻഹീറ്റ് സ്കെയിൽ എത്രയായിരിക്കും? സോ 1.8 into 273.16 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 491.688 units ആയിരിക്കും. ഓക്കെ, ഡൺ. യെസ്. So Bidens is okay. Okay, this will be the last question, 10.5. I think ആ ക്വസ്റ്റൻ നമ്മൾ സോൾവ് ചെയ്താന്ന് തോന്നുന്നില്ല. യെസ്. സോ ഐ തിങ്ക് നമ്മളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, യെസ്. സോ ഞാൻ എന്തായാലും ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു.